ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 11 ശ്ലോകം 10. ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഒരു എതിരാളിയെ കിട്ടാൻ വേണ്ടി പാഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഭഗവാനെ അന്വേഷിച്ച് പുറപ്പെട്ടു എന്ന് പറയുന്നു 10ാമത്തെ ശ്ലോകത്തിൽ. തതോ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തേകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്തിരോഗാന്മരുദാലയേശ. തതഃ ജലേശാത് സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയൻ ത്വാം ഭക്തേകദൃശ്യഃ സ കൃപാനിധേ ത്വം നിരുന്തിരോഗാന്മരുദാലയേശ. തതഃ ജലേശാത്, അപ്പോൾ വരുണനിൽ നിന്ന്, ജലേശൻ പറയുമ്പോൾ വരുണൻ, അങ്ങനെ വരുണനിൽ നിന്ന് ഭവന്തം അവിടുത്തെ സദൃശം നിശമ്യ തനിക്ക് ഒത്തവനാണ് എന്ന് കേട്ടിട്ട് ത്വാം നിന്തിരുവടിയെ ഗവേഷയൻ ബബ്രാമ അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്നു. കൃപാനിധേ മരുദാലയേശ, ദയാസിന്ധുവായ ഗുരുവായൂരപ്പ, ഭക്തൈകദൃശ്യ ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന സഹാ ത്വം ആ നിന്തിരുവടി രോഗാൻ നിരുന്തി രോഗങ്ങളെ തടുക്കണമേ. അപ്പോൾ വരുണനിൽ നിന്ന് അവിടുത്തെ തനിക്ക് ഒത്തവനാണ് എന്ന് കേട്ടിട്ട് നിന്തിരുവടിയെ അന്വേഷിച്ചുകൊണ്ട് ഓടി നടന്നു. ദയാസിന്ധുവായ ഗുരുവായൂരപ്പ, ഭക്തന്മാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ നിന്തിരുവടി രോഗങ്ങളെ തടുക്കണമേ. ഹിരണ്യാക്ഷൻ യുദ്ധത്തിന് ഓടി നടക്കുന്നതിനിടയിൽ വരുണപുരിയിൽ ചെന്ന് വരുണനെ പോരിനെ വിളിച്ചു. താൻ യുദ്ധം വേണ്ടെന്ന് വെച്ചിരിക്കുന്നുവെന്നും ഹിരണ്യാക്ഷൻ ഒത്ത എതിരാളി വിഷ്ണു മാത്രമേ ഉള്ളൂ എന്നും വരുണൻ പറഞ്ഞു. അങ്ങനെ അതനുസരിച്ച് ഹിരണ്യാക്ഷൻ വിഷ്ണുവിനെ തിരഞ്ഞ് പുറപ്പെട്ടു എന്നർത്ഥം. ഭക്തൈകദൃശ്യൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഭക്തിയില്ലാത്തത് കൊണ്ടാണ് ഹിരണ്യാക്ഷൻ അപ്പോൾ കാണാൻ കഴിയാത്തത് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. വിദ്വേഷഭക്തി പോലും ഹിരണ്യാക്ഷനിൽ ഉദിക്കുന്നത് അടുത്ത ദശകത്തിൽ നാരദവചനം കേൾക്കുമ്പോഴാണല്ലോ. അപ്പോൾ കാണാൻ ഇടവരികയും ചെയ്യുന്നു. ഹിരണ്യാക്ഷനെ പോലെ ഭയങ്കരന്മാരായ ചില രോഗങ്ങൾ തങ്ങൾക്ക് തക്ക എതിരാളിയെ തേടി നടക്കുന്നുണ്ട് എന്നും അങ്ങനെ രോഗം തന്നെയും കടന്നു പിടിച്ചിരിക്കുകയാണെന്നും അവിടുന്ന് കനിഞ്ഞ് ആ രോഗത്തിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ ദശകം ഉപസംഹരിച്ചിരിക്കുന്നു. തതോ ജലേശാൻ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തേകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്തിരോഗാന്മരുദാലയേശ. തതോ ജലേശാൻ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തേകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്തിരോഗാന്മരുദാലയേശ. തതോ ജലേശാൻ സദൃശം ഭവന്തം നിശമ്യ ബഭ്രാമ ഗവേഷയം സ്ത്വാം ഭക്തൈകദൃശ്യസ്സ കൃപാനിധേ ത്വം നിരുന്തിരോഗാന്മരുദാലയേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.